ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു മേക്കിംഗ് വീഡിയോ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഈ ഒരു ടൈപ്പിൽ വരുന്ന ഫ്ലവർ ബീഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മേക്കിംഗ് വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. ആ ഒരു ടൈപ്പിൽ വരുന്ന ഈ ഒരു ഫ്ലവർ ബീഡ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ക്രിസ്റ്റൽ ബീഡ് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ക്രിസ്റ്റൽ എഫക്റ്റ് തരുന്ന ബീഡ്സ് ഉണ്ടല്ലോ, ആ ടൈപ്പ് ബീഡ്സ് ഈ രണ്ട് സൈസിൽ വരുന്ന സെയിം കളറോ ഡിഫറെൻറ്റ് കളറോ ആയിട്ടുള്ള ബീഡ്സ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 4 mm വരുന്ന ബീഡ്സ് എടുക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ ജ്വല്ലറി ചെയ്യുന്ന ഐറ്റംസ് അതിനകത്ത് പിന്നെ എടുത്തിട്ടുള്ളത് ഷുഗർ ബീഡ്സിൻ്റെ ഹോൾ വലുതാണെന്നുണ്ടെങ്കിൽ ഷുഗർ ബീഡ്സ് വേണം. 8 mm സൈസിൽ വരുന്ന ഏതെങ്കിലും ഒരു ബീഡ് വേണം കേട്ടോ. പിന്നെ നമ്മളിത് ഇതുപോലത്തെ ചെയിൻ എടുക്കുന്നുണ്ട്, ബീഡ്സ് ലോക്ക് എടുക്കുന്നുണ്ട്, ഗിയർ വയർ എടുക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഗിയർ ലോക്കാണ് കേട്ടോ. പിന്നെ നമുക്ക് കൊടുക്കേണ്ട ലോക്ക് ഏതാണോ ആ ഒരു ലോക്ക്, ജംപ് റിങ്സ്, ടൂൾസ് ഇതൊക്കെയാണ് എടുക്കുന്നത് കേട്ടോ. ഇതിൽ ഫസ്റ്റ് പ്രൊസീജിയറിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഗിയർ വയർ ഇങ്ങനെ ബെൻഡായി നിൽക്കണമെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം കേട്ടോ, എന്നാലാണ് അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം ബീഡ്സ് ലോക്ക് എടുക്കുന്നുണ്ട്. ബീഡ്സ് ലോക്ക് എടുത്തതിന് ശേഷം ഈ ഒരു ഗിയർ വയർ ഉണ്ടല്ലോ, ഗിയർ വയറിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഷുഗർ ബീഡ്സ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഗിയർ ലോക്ക് ഉണ്ടല്ലോ അത് വെച്ച് ലോക്ക് ചെയ്യുക കേട്ടോ. ആദ്യം ഞാനിതൊരു ഗിയർ ലോക്കും അതുപോലെ തന്നെ ഷുഗർ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഗിയർ ലോക്കിനെ നന്നായി പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കുക. ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ 2 ഗിയർ ലോക്ക് ഇട്ട് കൊടുത്താലും മതി, പക്ഷെ കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് അതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ലോക്കായി നിന്നോളും. കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ എൻഡിൽ നമുക്ക് ജംപറിങ്ങോ എന്ത് വേണമെങ്കിലും കണക്ട് ചെയ്യാം. നമുക്ക് ചെയ്യേണ്ട അളവിന് ഇത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ചെയ്യേണ്ട അളവിനേക്കാളും 5 to 6 cm എക്സ്ട്രാ എടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിനുശേഷം ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റാർ എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റം കേട്ടോ. ഇതിൻ്റെ മിഡിലിൽ വെച്ച് വീഡിയോ ലെങ്ത്തായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പീഡിൽ പറയുന്നത് കേട്ടോ. അതുപോലെ മിഡിലിൽ വെച്ച് കട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഒരു ഷുഗർ ബീഡ് ഉണ്ടല്ലോ, ഈ ഒരു ഫ്യൂസ് സ്റ്റാറിൽ ഒരു ഷുഗർ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്റ്റൽ എഫക്റ്റ് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഫ്ലവർ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം റൗണ്ട് നോസ് പ്ലെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ പ്ലെയർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ജസ്റ്റ് പ്രസ് ചെയ്ത് വെക്കുക. ഈ ഒരു എൻഡ് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക കേട്ടോ. ഇതുപോലെ കുറച്ച് പീസസ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഫ്ലവർ ബീഡ് ഇല്ലാതെ ആ ഒരു ബീഡ്സ് മാത്രമായിട്ടും ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ഉണ്ടല്ലോ അതിലും ഇതുപോലെ ചെയ്തെടുക്കാം. 8 mm ബീഡ്സിലും ചെയ്തെടുക്കാം. നമ്മളിത് ഈ ടൈപ്പ് വരുന്ന സിൽവർ ചെയിൻ ഉള്ളത് കുഞ്ഞ് പീസായിട്ട് ഒരു 7-8 പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ വരുന്ന കുഞ്ഞ് പീസസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിത് ഏറ്റവും ചെറിയ സൈസിൽ വരുന്ന ഈ ഒരു ജംപറിങ് എടുക്കുക. അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ചെയ്യുക കേട്ടോ. ജംപറിങ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ചെയിൻ ഉണ്ടല്ലോ, ചെയിൻ ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ചെയിന് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ലോറിയിൽ നമ്മൾ ചെയ്തെടുത്ത ലോറിയിൽ കൊടുത്തിട്ട് ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ പീസസും ചെയ്തെടുക്കുക കേട്ടോ. നമ്മളിവിടെ ഈ ഒരു ഗിയർ വയറിൽ ലോക്ക് ഇട്ടതിന് ശേഷം ഈ ഒരു 8 mm ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ വൈറ്റ് ബീഡ്സിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ലോറിയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. വൈറ്റ് ബീഡ്സിൽ ആഡ് ചെയ്ത ലോറിയിൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ക്രിസ്റ്റൽ ബീഡിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ലോറിയിലും കൂടെ ആഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്ലവർ ബീഡിൽ ചെയ്തിട്ടുള്ള ലോറിയിൽ ആഡ് ചെയ്യാം. ലോറിയിൽ എന്ന് പറഞ്ഞാൽ ഗുങ്കുരു കേട്ടോ. അതിനുശേഷം ഈ ഒരു 8 mm ട്രാൻസ്പെറൻറ്റ് ബീഡിൽ ക്രിസ്റ്റൽ ബീഡിൽ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഗുങ്കുരൂസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ഒരു 8 mm വൈറ്റ് ബീഡ്സ് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഈ ഒരു പിങ്ക് ക്രിസ്റ്റൽ ബീഡിൽ ചെയ്ത ഗുങ്കുരൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ചെയിൻ വലുപ്പം കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെയിൻ്റെ മിഡിലായിട്ട് നമ്മൾ ഇതേപോലെ ഗിയർ വയർ ഇൻസേർട്ട് ചെയ്യുക. ചെയിൻ്റെ അടുത്ത എൻഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലോറിയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇത് കുറച്ച് വലിപ്പം കൂടുതലാണ് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ആഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത പ്രൊസീജിയറിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫ്ലവർ ബീഡ് ഉണ്ടല്ലോ,
ദേ ഈ ഒരു ഫ്ലവർ ബീഡ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു സെയിം പ്രൊസീജിയർ നമ്മൾ റിപ്പീറ്റഡ്ലി ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും തോന്നുന്നു. ഇതുപോലെ തന്നെ റിപ്പീറ്റഡായിട്ട് ചെയ്യാം. ഇത് കണ്ടോ, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ കോർത്തെടുക്കുക. ഇത് പാറ്റേൺ മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺ നമ്മൾ ജ്വല്ലറി ചെയ്യുമ്പോൾ ഈ ഒരു സെയിം പാറ്റേണിൽ ചെയ്യണമെന്നില്ല. നിങ്ങൾ ചെയ്യുന്ന പാറ്റേൺ കണ്ടിന്യൂ, അതായത് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ആ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ അത് കളയാതിരിക്കുക. ഫസ്റ്റ് ഏത് പാറ്റേൺ ആണോ ചെയ്തത് അത് തന്നെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോഴാണ് ഒരു പെർഫെക്റ്റ് ജ്വല്ലറി നിങ്ങൾക്ക് കിട്ടുള്ളൂ. നമ്മൾ 2 ഫ്ലവർ ബീഡ്സ് കഴിയുമ്പോഴാണ് ഈ ഒരു ചെയിൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ആദ്യം ഒരു 8 mm ബീഡ്സ് ഇട്ടു, പിന്നെ ഒരു ചെറിയ ലോറിയലും ക്രിസ്റ്റൽ ലോറിയലും അതുപോലെ തന്നെ ഫ്ലവർ ബീഡുമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം ഫ്ലവർ ബീഡിന് ശേഷമാണ് 8 mm ഈ ഒരു ഐറ്റം ഇടുന്നത് കേട്ടോ, ലോറിയിൽ ഇടുന്നത്. പിന്നെ ഇത് റിപ്പീറ്റഡ്ലി ആ ഒരു സെയിം പ്രൊസീജിയറിൽ തന്നെയാണ് കോർത്തെടുത്തിട്ടുള്ളത്. ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് വർക്ക് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഇതിൻ്റെ അടുത്ത എൻഡിൽ നമ്മൾ ഇതുപോലത്തെ ബീഡ്സ് ലോക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ എൻഡിൽ കൊടുത്തപ്പോൾ 8 mm ബീഡ്സ് വെച്ചിട്ട് തന്നെയാണ് വർക്ക് എൻഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം നമ്മളിവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 2 ഗിയർ ലോക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം, അതും പ്രശ്നമില്ല. നമ്മളിത് ഇതുപോലെ ഒരു ഷുഗർ ബീഡും ഒരു ബീഡ്സ് ലോക്കും ഗിയർ ലോക്ക് തന്നെ 2 അതിൽ ആഡ് ചെയ്ത് കൊടുത്താലും പ്രശ്നമില്ല കേട്ടോ. അതിനുശേഷം അത് കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ടൈറ്റായിട്ട് വയ്ക്കാതെ, ഗിയർ വയറല്ല അങ്ങനെ പെട്ടെന്ന് കേടുവരുമൊന്നുമില്ല. ജസ്റ്റ് നന്നായിട്ട് ലോക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഇൻ കേസ് ഇത് അഴിയും എന്നൊരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൂടെ കൊടുക്കാം. ഈ ഒരു എൻഡ് ഇതുപോലെ കട്ട് ചെയ്ത് കളയുക കേട്ടോ. അതിനുശേഷം അത് പ്രസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് പ്രസ് ചെയ്താൽ തന്നെ അത് ലോക്ക് ആയിക്കോളും. ഓക്കെ, ഇതിൻ്റെ 2 എൻഡിലും നമുക്ക് ജംപ് റിങ്സ് കൊടുക്കാം. ഒരു എൻഡിൽ നമ്മൾ ഇതേപോലെ തന്നെ ലോബ്സ്റ്റർ ലോക്ക് ഒരു ചെറിയ ജംപ് റിങ്സ് എടുക്കായിരിക്കും നല്ലത് കേട്ടോ. ചെറിയ ജംപ് റിങ്സ് കൊടുത്തിട്ട് കറക്റ്റായിട്ട് വെച്ച് ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്ത എൻഡിൽ എക്സ്റ്റൻഷൻ ചെയിനാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെ, ഒരു എൻഡിൽ നമ്മൾ എക്സ്റ്റൻഷൻ ചെയിന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എൻഡിൽ ഫ്ലവർ ബീഡ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ട്രെൻഡിങ് ആയിട്ട് ഒരു ബീഡ്സും ഫ്ലവർ ബീഡ്സും ലോറിയൽസും ഹാങ്ങിങ്സൊക്കെ ഉപയോഗിച്ചൊരു ബ്രേസ്ലെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേണിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ടീനേജേഴ്സ് കുട്ടികൾക്കും ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഇതുപോലെ ഉണ്ടാവും. അവർക്ക് ഒരു ഫങ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയാവും.